ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റും, രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോണി കൗക്കോയുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റുമാണ്. എന്നാലും നമുക്ക് ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴിരിക്കുന്ന അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ലാൽത്തൻ മാഫിയ എന്ന് പറയുന്ന ഒരു ഐസ്വാൾ FC പ്ലെയറെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടെന്ന്. എന്തായാലും അതിൻ്റെ കോൺട്രാക്ട് ഡീറ്റെയിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഒരു കാര്യങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ഏതാണ്ട് 3 വർഷത്തെ ഡീലിലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റ് ഇനിയും 2 വർഷത്തെ ഒരു കോൺട്രാക്ട് ക്ലോസുകൾ, എക്സ്റ്റൻഷൻ ക്ലോസുകൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു 5 വർഷത്തെ, അതായത് 5 വർഷം പോലൊരു കോൺട്രാക്റ്റിലാണ് ലാൽത്തൻ മാഫിയ ടീമിലേക്ക് വരുന്നത്. സോ എനിക്ക് തോന്നുന്നു കരോലീസ് എന്തൊക്കെയോ അതായത് അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു നാളത്തെ കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റും ജോണി കൗക്കോയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. അതായത് ജോണി കൗക്കോയ്ക്ക് വലിയൊരു കോൺട്രാക്റ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് റൂമർ മാത്രമാണ്, എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം നോർത്ത് ഈസ്റ്റിൽ അദ്ദേഹം സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു സൈനിങ് ആയിരിക്കും അതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പോകുന്ന നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു സൈനിങ് ആയിരിക്കും ജോണി കൗക്കോ.